ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് മാരുതി ആൾട്ടോ കേട്ടോ. അപ്പോൾ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ കീ ഓൺ ചെയ്തപ്പോൾ അതിന്റെ ഓയിൽ ലൈറ്റ് കത്തുന്നില്ല. കീ ഓൺ ചെയ്യുന്ന ഇവിടെ ഓയിൽ ലൈറ്റ് കത്തിട്ടോ, അതാണ് കംപ്ലൈന്റ്. ഓയിൽ ലൈറ്റ് കത്തുന്നില്ല, സ്റ്റാർട്ട് ആയി കഴിഞ്ഞാലും ഓയിൽ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അതിന്റെ വയറിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സ്വിച്ചിലേക്ക് കണക്ഷൻ ഒക്കെ ഓക്കെയാണ്, അത് പോന്ന് നടക്കണമെന്നില്ല. പിന്നെ നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ ക്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാവ് കളയാൻ വേണ്ടി കുറച്ച് WD-40 ഇതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ഒന്നും കൂടി ഇട്ട് നോക്കി. അപ്പുറം ഇത് ലൈറ്റ് വരുന്നില്ല. അപ്പം പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, എർത്ത് വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം കത്തുണ്ടോന്ന്. അപ്പം നമ്മൾ ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് എഞ്ചിൻ്റെ ബാക്കിലാണ് കേട്ടോ. ഈ ഓൾട്ടർനേറ്ററിൻ്റെ ഒക്കെ ഇടയിലാണ് വരുന്നത്. ഓൾട്ടർനേറ്ററും റിയറിലെ എൽബോ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഭാഗത്ത് ഇരിക്കണം കേട്ടോ. ആ റിയർ എൽബോൻ്റെ താഴെ ഇരിക്കുന്ന ആ സ്വിച്ചാണ് ഓയിൽ പ്രഷർ സ്വിച്ച്. അപ്പം അതിൻ്റെ വയറിങ് അയച്ചു വെച്ചിട്ടില്ല കേട്ടോ, ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്ലർ ഇതവിടെ ഉണ്ട്, വരണം ഒരു വയറായിട്ടുള്ള ഇതാണ് കേട്ടോ ആ വയർ. അത് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒരു എർത്ത് കൊടുക്കണം. ആ ബാറ്ററിയിൽ നിന്ന് ഒരു എർത്ത് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാറ്ററിയിലേക്ക് എർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വയറിങ്ങിൻ്റെ പ്രശ്നമാണോ ക്ലസ്റ്ററിൻ്റെ പ്രശ്നമാണോ എന്ന്, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കത്തിയിട്ടുണ്ടെന്ന് ഓക്കെയാണ്, വയറിങ്ങും പ്രശ്നമില്ല, ക്ലസ്റ്ററും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കട്ടോ. കീ ഓണാക്കി നോക്കാം. കീ ഓണാക്കി നോക്കിയപ്പോൾ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വയറിങ്ങും ക്ലസ്റ്ററിൻ്റെയും പ്രശ്നമല്ല, അവിടെ ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ ഇനി പ്രശ്നമുള്ളത് അതിൻ്റെ ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ചാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ ഈ ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഓക്കെ ആവും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് അയച്ചെടുക്കണം. അപ്പോൾ ഇത് ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് അയച്ചെടുക്കാന്നുണ്ടെങ്കിൽ 24 ബോക്സ് ഇട്ടിട്ട് വേണം അയച്ചെടുക്കാൻ. 24 ബോക്സാണ് അതിൻ്റെ ഇത് വരുന്നത്, ടൂൾ വരുന്നത്. ആ ബോക്സ് എടുത്തിട്ട് അഴിക്കുക, എന്നിട്ട് നേരെ പുതിയത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അടിയിൽ പോയിട്ട് വേണം അയച്ചെടുക്കാൻ. വണ്ടി പൊക്കിയിട്ട് അടിയിൽ പോയിട്ട് അയച്ചെടുക്കണം. ഇതാണ് നമ്മൾ സ്വിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ച് മാറിയിട്ട് ഇനി പുതിയ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഓക്കെ ആവും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.